ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈക്കോ വൈറ്റ്. അപ്പൊ ഗൈസ്, നമ്മൾ താമസിക്കുന്നിടത്ത് 1.5 മണിക്കൂർ വണ്ടി ഓടിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അത് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടാണ്? വഫ്രയില് ഖലീഫ ഹെറിറ്റേജ് വില്ലേജ് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ, ഇവിടുത്തെ കുവൈറ്റി ആക്ടർ ഓൺ ചെയ്ത ഒരു സ്ഥലമാണ്. എന്നിട്ട് അത് പഴയ രീതിയിൽ പഴയ ആൾക്കാർ താമസിച്ച ആ ഒരു ടൈപ്പിൽ അവർ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ, പഴയ ഒരു വില്ലേജ് പോലെ. അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് പോയി കാണാം. അതിനെപ്പറ്റി കൂടുതലുള്ള ഡീറ്റെയിൽ നമ്മളകത്ത് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനുണ്ട്, ആശാമയുണ്ട്, അപ്പോ സിപ്പൂസ്, അവർ രണ്ടുപേരുണ്ട് കേട്ടോ. 1.5 മണിക്കൂർ ഓടിച്ച ഗൈസ് ഇങ്ങോട്ട്. പക്ഷെ ഞങ്ങള് ഗൂഗിൾ മാപ്പ് പറഞ്ഞ രീതിയിൽ അല്ലാതെ ഞങ്ങൾ വേറെ വഴിക്ക് കയറി വന്നതുകൊണ്ട് വലിയ തിരക്കില്ലാതെ ഇങ്ങനെ ഓടിപ്പോയിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തോട്ട് കയറിയിട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ, നല്ല ലോങ് ആണ്. അപ്പം അത്യാവശ്യം പിള്ളേരുമായിട്ടൊക്കെ വരുന്നവര് വെള്ളവും അതുപോലെ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക, നിർത്തി എവിടെയൊക്കെ നിർത്തി ഇരുന്ന് കഴിച്ചിട്ടൊക്കെ വരിക. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് അകത്തോട്ട് പോവാം. ഓക്കെ, ഇതിന്റെ അപ്പുറത്തൊക്കെ എന്തിനാ വളർന്നായിരിക്കും. അപ്പൊ ഇതാണ് കേട്ടോ, ഇതുപോലത്തെ ഇങ്ങനെ ഇടവഴികളാണ് കേട്ടോ. ഇവിടെ ജനലൊക്കെ വെച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിനകത്ത്. അപ്പം ഇവിടെ കണ്ടോ, ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് സൈഡിലൊക്കെ ഇരിക്കാനായിട്ടൊക്കെയുള്ള രീതിയിൽ വെന്റിലേഷനൊക്കെ കൊടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. അകത്തോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ നോൺ സ്മോക്കിംഗ് ഏരിയ ആണ് കേട്ടോ, ഇവിടെ ഒന്നും സ്മോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അറിയത്തില്ല എന്നാ അലമാരി താമസിക്കുന്ന സ്ഥലം പോലൊക്കെ ഉണ്ട്. ഓക്കെ, പഴയ സൈക്കിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കണ്ട വിൻഡോസ് കണ്ട, ഇവിടെ ഒരു വാതില് ആരുടെയും വീടിന്റെ മോഡല് വെച്ചേക്കുന്നതായിരിക്കും കേട്ടോ. ഇവിടെ തന്നെ കണ്ട, ഇവിടെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഷോപ്പുണ്ട്, വണ്ടി ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ കണ്ട, ഇവിടെ മൊത്തം ഇങ്ങനെ വീടുകളൊക്കെ സെറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ഇത് വെജിറ്റബിളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ വയ്ക്കാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് തേനാണത്, തേനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് റോസ്മേരി ചെടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, രസമുണ്ടല്ലേ, രസമുണ്ടല്ലേ. ഇത് ഇങ്ങോട്ട് വേറൊരു സ്ട്രീറ്റ് കേട്ടോ. ഇതെന്തോ ഇതിനകത്ത് ഗൈസ് ഒരു വീടിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു മൂവി പോലെ. ഇതുണ്ടോ, ഓരോ വീടിന്റെ എൻട്രൻസ് പോലെ ഉണ്ടാക്കി വെച്ചേക്കാം. രസമുണ്ട് കേട്ടോ, രസം അല്ലേ കാണാനായിട്ട്. അതെ, നല്ല ഭംഗിയുണ്ട്. ഇവിടെ എന്താണോ, ഇവിടെ നോട്ട് എൻട്രൻസ് ആണോ, നോട്ട് സ്മോക്കിംഗ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്, ഇവിടെ കുറെ അങ്ങോട്ട് പോകത്തില്ല കേട്ടോ. വഴിയരികിലാണ്ടിരിക്കുന്ന 3 യാത്രക്കാര് ഇവിടെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഇരിക്കും, ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? എങ്ങനെയുണ്ട്? രസമുണ്ട് അല്ലേ, നല്ല രസമുണ്ട് അല്ലേ, അല്ലേ ഗൈസ്. ഇവിടെ എൻട്രൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ കോഫിയും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്, കോഫിയൊക്കെ വാങ്ങിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ, കോഫി അതുപോലെ ചെറിയ വെജിറ്റബിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ അതിനൊക്കെ നമ്മൾ പേ ചെയ്യണം, അല്ലാതെ ഇവിടെ എൻട്രൻസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ ബാക്കിയുള്ള നമുക്ക് കാണാം. ഓക്കെ, ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വീട്. ഇത് ഇവിടെ വേറൊരു എൻട്രൻസ് ആണ് കേട്ടോ. ഇതൊക്കെ കയറി നോക്കാം നമുക്ക്. ഹലോ, ആരും ഇല്ല കേട്ടോ. ഇത് പഴയ ഒരു വീട് മാതിരി കേട്ടോ. ഉണ്ടോ, ഉണ്ടോ, ഇവിടെ ഇവിടെ ഇങ്ങനെ ഇതൊരു റൂമാണ് ഗൈസ്, ഇതൊരു റൂമാണ് കേട്ടോ. ഭംഗി, അടിപൊളി. പണ്ടത്തെ കോഴി വീട്ടിൽ കയറണമെന്ന് ആശാമയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ കയറിയില്ലേടി, കേട്ടോ, പഴയ വീട് ഞെല്ലൊക്കെ കേട്ടോ. ഇത് കുറെ ഇതൊരു തിണ്ണ പോലെ കേട്ടോ. ഇവിടെ ഇങ്ങനെ വർത്താനം പറയാനും ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കിണർ പോലെ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇതാണ് ബാത്റൂം കേട്ടോ. ഇപ്പോൾ കണ്ടുപിടിച്ച് ബാത്റൂം ഗൈസ്, ഇതൊരു ബാത്റൂം. ഇത് ഇവിടെ 2 ചൂട കേട്ടോ, ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീട് എന്ന് പറയാനുള്ളത്. ഒരു റൂമേ ഉള്ളൂ, പിന്നെ ബാക്കി ഇതേപോലെ മിറ്റവും കാര്യങ്ങളും. പിന്നെ ഇത് പനയുടെ അടുപ്പ് ഞാൻ കണ്ട് എടുത്ത് ഇതിന്റെ അകത്തോടെ ഇങ്ങനെ നമ്മള് വീട്ടിലോട്ട് ഇറങ്ങുന്നു. ഇതൊരു സ്ട്രീറ്റ് മാതിരി കേട്ടോ.
ഇത് എൻട്രൻസ് പോലെ ഉണ്ടല്ലേ? എൻട്രൻസ് ഇവിടെ ആണ് പെണ്ണുങ്ങളിൽ എന്തോ സംഭവം. അത് പ്രാർത്ഥന പോണിട്ടൂരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് कितना है इसमें जा रहे? एक दिन आ रहा ഒരു ദിനാണ് അടുത്ത കയറി പോകുന്നതായിട്ട്. ആ പോൾ ഇടുത്തേ പോണോ? പോണോ ഇപ്പോ? പോണോ? പോണോ? വേണോ വേണ്ടേ? വേണോ ഇപ്പോ? പോണോ വേണ്ടേ? വേണ്ടേ? പോക്കോ ചെല്ല്. കേറി വാ. ഓക്കെ ബൈ ബൈ. വേറില്ല കേട്ടോ. ആ പോവാട്ടോ, അവര് വഴി കൊടുത്തിരുന്ന അങ്ങനെ അതെന്താണ് ഈ പൂസ് കയറിയിട്ട് നടക്കുന്നത് കേട്ടോ. നല്ല വാലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കേട്ടോ. അവിടെ കയറ്റിയപ്പോൾ കേട്ടോ പൂസയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. പോയിട്ട് നടക്കാൻ താല്പര്യമില്ലെന്ന് തോന്നട്ടെ. ഈ പൂസ മറിച്ചിട്ട് പോകും. മിലിറ്ററിക്കാര് പോകുന്നുണ്ട്, ടോപ്പി കണ്ടില്ല. അപ്പോ ടാറ്റ. അപ്പോ ടാറ്റ. മരത്തിന്റെ മണ്ടയ്ക്കത്തെ ഹാട്ടാണ് കഴിച്ചത്. കയറാൻ പറ്റില്ല കേട്ടോ. പക്ഷെ താഴെ കൽഭരണിയൊക്കെ ഈ ഭരണിയുണ്ട്. നമുക്ക് എടുത്തിട്ട് പോവാം. പൂത്തു അച്ചാറിട്ട് വെക്കാനായിട്ട് എടുത്തോണ്ട് പോയാലും പുളിയൊക്കെ ഇട്ട് വെക്കാം. രസമുണ്ടല്ലേ? എവിടെ? അപ്പൊ ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ രീതിയിലുള്ള ഒരു പ്രയർ നടത്തുന്ന അല്ലെങ്കിൽ കല്യാണം അങ്ങനെയുള്ള എന്തെങ്കിലും നടത്തുന്ന പോലെ ഓഡിറ്റോറിയം പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കണം ഇത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചായയും കാവയൊക്കെ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കും. ഇവിടെ എന്തൊരു സ്റ്റേജ് പോലെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, ഇത് കണ്ടോ? ഇതിവിടെ മറ്റേ പഴയ കിച്ചൺ പോലത്തെ എന്തോ സംഭവം നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇതെന്തോ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണോ? എന്താണോ? എനിക്ക് കുക്കിംഗ് ചെയ്യുന്നതാണോ അതല്ലേ? റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം അല്ലേ? ആ, ഇവിടെ അടിയിൽ കൂടെ തീ കൊടുക്കും ഗൈസ്. ഇവിടെ ഇങ്ങനെ റൊട്ടി ഉണ്ടാകുന്ന കേട്ടോ. ഒട്ടിച്ചിടുന്നത് ഇവിടെ കണ്ടോ, ബെഡ് പോലെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം. പഴയ മറ്റേ ഓപ്പൺ കിച്ചൺ ആണ് ഗൈസ് ഇത് നമ്മുടെ നാട്ടിലത്തെ. പിന്നെ ഇവിടെ ഗൈസ് ഇവിടെ വെള്ളം കോരുന്ന സംഭവം. പിന്നെ ഇത് വാവ് ഗൈസ്, തൊട്ടക്കൂടെ ഇവിടെ നോക്കുമ്പോ ഗൈസ് ഇവിടെ വെള്ളം താറാവുണ്ട് കേട്ടോ. അവിടെ പാത്തേനൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അത് ചെറിയ താറാവ് ഇരിപ്പുണ്ട് അവിടെ. പക്ഷെ അപ്പുറത്തോട്ട് പോകാൻ പറ്റും, അറിയത്തില്ല, കാണാൻ പറ്റത്തില്ല. ഇതുണ്ട് പണ്ടത്തെ ചെറിയൊരു കിച്ചൺ പോലത്തെ സെറ്റപ്പ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടല്ലോ പണ്ടത്തെ കിഴങ്ങ് തൂക്കിയിട്ടേക്കുന്നതാണ്. പണ്ടത്തെ മോറം അരിപ്പയാണ് ഗൈസ്. ഇത് അരിപ്പ. ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് പണ്ട് വീട്ടുകാരെല്ലാം കൂടെ കൂടി ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സ്ഥലമാണ് ശരിക്കും ലുവാനി എന്ന് പറയുന്ന സ്ഥലം. ഇത് വേറൊരു പെട്ടിയാണ് കേട്ടോ. ഇതിലെവിടെ കയറിയപ്പോൾ ഇവിടെ കിണർ പോലെ സംഭവം. ഓക്കെ, കിണറിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഇവിടെ ഇങ്ങനെ വരാന്ത പോലെ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ. റൂം ഓവർ ഹിയർ. ഇത് ഒരു ദിവാനിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ. പൊടിയത് ഇത് പഴയ കണ്ട പഴയ സെറ്റപ്പിൽ മറ്റേ മുള വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് മറ്റേ പനയോലായിരുന്നു പണ്ട് യൂസ് ചെയ്യാൻ വരുന്നത്. ഇതിങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് ഉമ്മാരിവിടെ മണ്ടേക്കോട്ട് കയറി പോയിട്ടുണ്ട്.
ഇത് മണ്ടക്കത്തെ റൂം കേട്ടോ, മണ്ടക്കത്തെ ഒരു റൂമാണിത്. വീടിൻ്റെ അപ്പുറത്തോട്ട് കേട്ടോ, പറഞ്ഞു പോലെ. ആ സാധനമുണ്ട്, വീണു. ബാ എവിടെ ഇവിടുന്ന് വീഡിയോ എടുക്കാനാ? ഇവിടെ കാണാമല്ലോ. ഹായ്. ഇത് ഒരു റൂമാണ് കേട്ടോ, ഇതിങ്ങനെ വലിയ റൂം, സംതിങ് ലൈക്ക് ദാറ്റ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ റൂമിലും ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പഴയ പാത്രങ്ങൾ. ഇങ്ങനെ ഒരു അടുത്തുള്ള വേണ്ടി ഇവിടെ ഈ ഗ്രില്ല് ചെയ്യാനും അങ്ങനത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു കഥമാണ്. പക്ഷെ ഇത് ക്ലോസ് ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണ് രസമുണ്ട്, വെരി രസം. പോയ കട. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇവിടെ ഒരു ഡോറാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ളത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് നമ്മൾ കയറാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ പഴയ ചായക്കട സെറ്റപ്പ്. ഇവിടെ ചായ അകത്തും ഇവിടെ ആൾക്കാർ വർത്താനം പ്രപഞ്ചമാരെ വർത്താനം ഇല്ല, തമാശ നല്ല കാര്യമായിട്ട് സീരിയസ് ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചായയും ഈ ഗാവയും ചായയൊക്കെ ഉണ്ടാക്കും. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും, ഇത് വർത്താനം പറയും. ഇപ്പുറത്തും പണ്ടത്തെ ആൾക്കാരൊക്കെ വലിയപ്പന്മാരൊക്കെ നമ്മുടെ നാട്ടിലത്തെ വർത്താനം പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയാറ്. അതാണ് ശരിക്കും ഇവിടുത്തെ ഇത്. ഇപ്പൊ വേണ്ട പണ്ടത്തെ ഇതെന്തോന്ന് നീ മനസ്സിൽ ഇതെന്തോന്ന് ആശാമി മനസ്സിലായി എന്തുവാ? ഇത് ഹോസ്പിറ്റൽ ബെഡ് അല്ലേ? 10ാം നമ്പർ ചാർട്ട് ഇട്ടുന്നുണ്ട് ഡോക്ടർമാരെ. പണ്ടത്തെ ഹോസ്പിറ്റൽ സെറ്റപ്പ് കേട്ടോ. പേഷ്യന്റ് ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാർ തണുപ്പത്തൊക്കെ ഇടുന്ന സാധനം. പിന്നെ ഇതിങ്ങനെ ദുബായിന് എങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് തേപ്പൊട്ടി നമ്മുടെ നാട്ടിലത്തെ ഉണ്ടോ പഴയ ഇന്ത്യ ഗൈസ്. INDIA ഇന്ത്യയുടെ പഴയ തേപ്പൊട്ടി. അത് കുവൈക്കുണ്ട് ഗൈസ് ഇവിടെ. നമ്മുടെ തേപ്പൊട്ടി ഉഷയുടെ അല്ല സിംഗറിന്റെ മറ്റേ തയ്യൽ മെഷീൻ കേട്ടോ. തയ്യൽ മെഷീൻ ഇത് മറ്റേ ഗ്രാമഫോണിന്റെ സെറ്റപ്പ് ആരും തോന്നിയത് എനിക്കറിയില്ല കറക്റ്റായിട്ടുണ്ടാകുന്നത്. ഈ ഗ്രാമഫോൺ സെറ്റപ്പ് ആരും ചെയ്തു കേട്ടോ. ഇത് കുറേ ഫോട്ടോസ് സെറ്റപ്പ് ഗ്രാമഫോൺ കഴിച്ചത്. ഇതെങ്ങനെ അമീർമാരുടെ ഫോട്ടോ അതിലിരിക്കുന്ന ഗ്രാമഫോൺ. അതായത് വേണ്ട ഗ്രാമഫോൺ. ഓക്കെ, നമ്മളെ പണ്ടത്തെ മഹാത്മാഗാന്ധിജിയൊക്കെ ഇങ്ങനെ തൂട്ടി കളിച്ചിട്ടുണ്ടെന്ന സാധനമാണ് കേട്ടോ. പണ്ടത്തെ നമ്മുടെ സ്റ്റൗ. ഈ സ്റ്റൗ നീ കണ്ടിട്ടുണ്ടോ? അപ്പോൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ അകത്ത് പെട്രോൾ, ഇതിൻ്റെ അകത്ത് മണ്ണെണ്ണ ഒഴിക്കും. മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പമ്പ് പോലത്തെ സംഭവമുണ്ട്. ആ പമ്പ് വെച്ച് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ഇവിടെ കത്തിക്കും. കത്തിച്ച് കഴിയുമ്പോൾ തീ വരും. അപ്പോൾ തീ കറക്റ്റായിട്ട് വരത്തില്ല. ഒരു നോസ് ഒരു സാധനമുണ്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കുത്തുമ്പോൾ കറക്റ്റായിട്ട് തീ വരും അല്ലേ? അറിയത്തില്ല ഇല്ലേ? അയ്യോ, എന്താ പഴയ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലത്തെ സാധനം കേട്ടോ. പക്ഷെ ഇത് മെഷീൻ വെച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് മെഷീൻ ഉണ്ട് കേട്ടോ. ഇത് അറിഞ്ഞുകൊണ്ട് വന്ന സാധനത്തിൽ തോന്നുന്നു. ഇത് പഴയ റേഡിയോ. എടാ പഴയ റേഡിയോ ഉണ്ടോ? എടാ അപ്പോൾ ഇതുണ്ടോ മറ്റേ ഡ്രമ്മ്? ഇവിടെ ഫുഡ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇവരെ പഴയ എന്തോ ഫുഡ് കാര്യങ്ങൾ തന്നെ അവിടെ കൊണ്ടുപോകാൻ പഴയ റേഡി ഇരിക്കുന്നുണ്ടോ? പഴയ മൊത്തം റേഡി. അറബി കോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അറബി കോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പഴയ രീതിയിൽ. ഇവിടെ അരി കുടിച്ചോണ്ടിരിക്കും കേട്ടോ. അരി കാര്യങ്ങൾ കേട്ടോ. പഴയ സാധനങ്ങൾ കേട്ടോ. പാത്രങ്ങൾ അത് ഇത് ഒക്കെ. ഇത് എന്നതാണെന്ന് അറിയത്തില്ല. ഓ ഇത് വെള്ളം കൊണ്ടുപോകുന്ന സാധനം കേട്ടോ. വെള്ളം ഒഴിച്ച് വെക്കുന്ന പാത്രമാണ് ഇത് കേട്ടോ. അതാണ് മറ്റേ നമ്മുടെ വെയിറ്റ് വെക്കുന്ന സാധനം. ഇത് ഇഷ്ടംപോലെ ഗ്രാമഫോണിന്റെ സംഭവം എല്ലായിടത്തും കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ.
അത് മറ്റേ ആങ്കർ ഏതാ അതെന്തോ ഇതുണ്ട് ഖുറാനെ കൊടുക്കുന്ന ഇതാണ് കേട്ടോ ബൈബിള് ഖുറാൻ ഇത് പണ്ടത്തെ സംഭവമാണ് സിസ്റ്റമാണ് നോക്കണ്ടോ ആ ഇത് ലാമ്പ് നോക്കി ഇടുന്ന സാധനം ഇതൊക്കെ ഉണ്ടോ എല്ലാം കൊള്ളാം ഇത് നമ്മളതിന് കാണാത്ത പോലെ സാധനമാണ് കേട്ടോ ഇത് മറ്റേ ഇവിടെ ഈ സാധനങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന സാധനം കേട്ടോ ഓക്കെ 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 അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയാണ് കേട്ടോ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുണ്ട്. ഓവർ എക്സ്പെക്റ്റഡ് ആയിട്ട് ആരും വരരുത്, അത്ര പറയുള്ളൂ. ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ? ഒരു പഴയ ഒരു സ്ഥലത്തേക്ക് നമ്മൾ സ്ട്രീറ്റിൽ കൂടെ പോകുന്ന പോലെ ആയിരുന്നു. അപ്പോൾ ചങ്ങണ്ടായിരുന്നാ നല്ലതായിരുന്നോ? നല്ലതായിട്ട് പറയട്ടോ, അവരൊക്കെ പോകട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ. അൽ ഖലീഫ ഹെറിറ്റേജ് വില്ലേജിനോട് വിട പറയാണ് നമ്മൾ. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ബൈ ബൈ. ഓ ലവ് യു ഓൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.